മൻ തറക സ്വലാത മുതഅമ്മിദൻ, മനഃപൂർവം ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ, മൻ തറക സ്വലാത മുതഅമ്മിദ ഫഖദ് ബരിഅത് മിൻഹു ദിമ്മത്തുല്ലാഹ്, അവനിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു പോകും. അള്ളാഹു അവനെ ഏറ്റെടുക്കാൻ തയ്യാറാകൂല. മനഃപൂർവ്വം നിസ്കാരം ഒഴിവാക്കിയ ഒരാളെ അവനെ ഏറ്റെടുക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പടച്ചോൻ പറയുന്നു. ഫഖദ് ബരിഅത്ത് മിൻഹു ദിമ്മത്തുല്ലാഹ്. അള്ളാഹു അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മളെ പറ്റുക? അള്ളാഹു ഉസ്താദ് ഇങ്ങോട്ട് പോരി, ഇങ്ങോട്ട് പോരി പട. എന്തിനാ സുഹൃത്തുക്കളെ പിന്നെ എന്നെ നിങ്ങളീ പറ്റുക? അള്ളാഹ് പറയാണ് ഇവൻ എൻ്റെ അടിമയാണ്. പക്ഷേ നിസ്കരിക്കാത്തത് കൊണ്ട് അവന് ഭക്ഷണം നൽകാൻ എനിക്ക് തയ്യാറില്ല, ഞാൻ തയ്യാറല്ല, അവന് വെള്ളം കൊടുക്കാൻ എനിക്ക് ആകൂല എന്ന് അള്ളാഹ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മളെ പറ്റുക? അപ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരും, ഇങ്ങോട്ട് ഇപ്പോൾ നിസ്കരിക്കാത്ത ആൾക്ക് ഭക്ഷണം കിട്ടണില്ലേ, വെള്ളം കിട്ടണില്ലേ? ഒരു ചോദ്യമാണ്. മൻ തറക സ്വലാത മുതഅമ്മിദൻ ഫഖദ് ബരിഅതു മിൻഹു ദിമ്മത്തുല്ലാഹ് എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വം അവനിൽ നിന്ന് പരിപൂർണമായിട്ട് ഒഴിയാണെങ്കിൽ പിന്നെ അവന് ഭക്ഷണവും വെള്ളവും ഇവന് വായും ഒന്നും ലഭിക്കാൻ പാടില്ലല്ലോ. ധിക്കാരപൂർവ്വം നിസ്കരിക്കാതെ നടന്നിട്ടു എത്ര മനുഷ്യന്മാർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അതിന് മറുപടി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. വേറെ ഹദീസ് കാണാം, മൻ തറക സ്വലാ മല്ലം മറ്റൊരു സ്ഥലത്ത് മൻ തറക സുബ്ഹ മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ. ഒരാൾ സുബഹി നിസ്കരിച്ചാൽ അള്ളാഹു അവനെ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ അത് ആ ഹദീസിന്റെ അർത്ഥം എല്ലാവർക്കും തിരിഞ്ഞല്ലോ. സുബഹി നിസ്കരിച്ചാൽ, അതായത് ഒരു ദിവസം തുടങ്ങുന്നത് സുബഹിയോട് കൂടിയാണല്ലോ. അപ്പൊ സുബഹിക്ക് തന്നെ സുബഹി നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ കാര്യം അള്ളാഹ് മൊത്തം അങ്ങോട്ട് ഏറ്റെടുക്കും. അപ്പൊ ആ ഹദീസിനൊരു മറുധ്വനിയുണ്ട്. അതെന്താ? മല്ലം യുസല്ലി സുബ്ഹ, അല്ലേ? ഒരാൾ സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ ഫലൈസ ഫീ ദിമ്മത്തില്ലാ, അവൻ അള്ളാഹിന്റെ ഉത്തരവാദിത്വത്തിലല്ല. അത് ഹദീസല്ല, ഹദീസിന്റെ മറുധ്വനിയാണ്. അവനെ അള്ളാഹ് ഏറ്റെടുക്കൂല. എന്നിട്ട് ഭക്ഷണവും വെള്ളവും കിട്ടണില്ലേ, അവൻ്റെ ബിസിനസ് ഉഷാറായിട്ട് നടക്കണില്ലേ, അവന് ജോലിയില്ലേ, ദിവസവും ജോലിയിൽ കയറ്റല്ലേ, കയറ്റം കിട്ടുന്നുണ്ടല്ലോ, പ്രമോഷൻ കിട്ടുന്നുണ്ടല്ലോ, തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ മറുപടി പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്നറിയോ നിങ്ങൾ? അള്ളാഹുവിൻ്റെ സംരക്ഷണം രണ്ടു നിലയിലുണ്ട്. അള്ളാഹുവിൻ്റെ സംരക്ഷണം റഹ്മാനിയത്തിൻ്റെ പേരിലും കിട്ടും, റഹീമിയത്തിൻ്റെ പേരിലും കിട്ടും. അള്ളാഹ് റഹ്മാനായതുകൊണ്ട് സംരക്ഷിക്കുന്ന ഒരു രൂപമുണ്ട്, അള്ളാഹു റഹീമായതുകൊണ്ട് സംരക്ഷിക്കുന്ന രൂപമുണ്ട്. സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ഭക്ഷണവും വെള്ളവും വായു ഒക്കെ തരുമ്പോൾ അത് റഹീമിയത്തിൻ്റെ പരിഗണനയാണ്. അല്ല, ഞാൻ പടച്ച എൻ്റെ പടപ്പല്ലേ, ധിക്കരിച്ചാൽ അതിന് കൃത്യമായിട്ട് അതിന് മറുപടി പറയാൻ പരലോകം വരുന്നുണ്ട്. അത് അവിടുന്ന് നോക്കാം. ഇവിടുന്ന് ഞാൻ അവനെ പടക്കുമ്പോൾ ഏറ്റതാ, അവന് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തൊരു കാര്യം എന്നുള്ള എനിക്ക് തൽക്കാലം കൊടുക്കാം. അത് ഇഷ്ടണ്ടായിട്ട് കൊടുക്കല്ല, ഉത്തരവാദിത്വം അതിങ്ങനെ നിർവഹിക്കുകയാണ്. അത് തമ്മിൽ മാറ്റമുണ്ട്. ഒരാൾക്ക് 3 മക്കളുണ്ട്. ഒരു ഉപ്പയുടെ വീട്ടിൽ 3 മക്കളുണ്ട്. ആ 3 മക്കളിൽ 2 മക്കൾ ഉപ്പ പറഞ്ഞത് നല്ലപോലെ കേട്ട് അക്ഷരം പ്രതി ഉപ്പയെ അനുസരിക്കുന്നവരാണ്. ഒരാൾ ഉപ്പ പറഞ്ഞതിനെതിരെ ചെയ്യൂ, അക്ഷരം പ്രതി ഉപ്പാനെ ധിക്കരിക്കും. ഇങ്ങനെ 3 കുട്ടികളുണ്ട്. 2 കുട്ടികൾ നല്ല കുട്ടികൾ, 1 മഹാധിക്കാരി. എന്നാൽ ഈ 3 ആൾക്കും ഉപ്പ ചിലപ്പോൾ ചോറ്റിന് കൊടുക്കും, അല്ലേ? ചോറ് കൊടുക്കും. ഉപ്പ ചോറ് കൊടുക്കും, ഉപ്പ ജന്മം നൽകിയ മക്കൾ എന്നുള്ള നിലക്ക്. അത് 2 നിലക്കാ കൊടുക്കുന്നത്. പറഞ്ഞത് കേൾക്കുന്ന കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഇതാ മക്കളെ തിന്നോളൂ, ഇന്ന മോനെ തിന്നോന്ന് പറഞ്ഞിട്ട് അവന് കൊടുക്കുന്നത്. അതേസമയം അനുസരിക്കാത്ത ധിക്കാരിയായ മോന് ഭക്ഷണം കൊടുക്കുന്നത് ഇന്ന തിന്നോന്ന് പറഞ്ഞിട്ടല്ല, ഇന്ന വേണമെങ്കിൽ നക്കിക്കോന്ന് പറഞ്ഞിട്ടാണ്. അതാ മാറ്റം. വിഷയം തിരിഞ്ഞിട്ടുണ്ടാവും. 2 ബാപ്പേനെ കൊടുക്കുന്നത്. ഒന്ന് തിന്നോന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്, ഒന്ന് നക്കിക്കോന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ തമ്മിൽ മാറ്റമുണ്ട്. മലപ്പുറത്തുകാരായ നമുക്ക് വേന്തിരി. ഇതൊക്കെ പലപ്പോഴും പലരും പറയുന്ന വാക്കുകളാണ്. തിന്നോന്ന് പറയണോ നക്കിക്കോന്ന് പറയുന്നു, മാറ്റമുണ്ട്. ഒന്നിൽ റിളയുണ്ട്, മറ്റേതിൽ റിളയില്ല.
ഉത്തരവാദിത്വം നിർവഹിക്കുക. അപ്പം റഹ്മാനിയത്തിൻ്റെ പേരിൽ ഉരുട്ടി വിഴുങ്ങാൻ വിധിക്കപ്പെട്ടവരാവരുത്. റഹീമിയത്തിൻ്റെ പേരിൽ ടേസ്റ്റോടെ തിന്നണം അള്ളാഹ് തരുന്നത്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അതിനെന്ത് വേണമെന്നറിയോ? അള്ളാഹുവിനെ അനുസരിച്ചിട്ട് അള്ളാഹിൻ്റെ ആനുകൂല്യം തിന്നണം. അപ്പോഴേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ, ആ രസം കിട്ടുള്ളൂ. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല ബുദ്ധി നൽകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമാ അന്നഹു ലാ ഹദ്ദ ലി അഹദിൻ ഫിൽ ഇസ്ലാമി അളാഅ അസ്സലാ. നിസ്കാരം പാഴാക്കി കളയുന്നയാൾക്ക് പരിശുദ്ധ ഇസ്ലാമിൽ ഒരവകാശവും ബാക്കി നിൽക്കുന്നില്ല. നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന വ്യക്തിക്ക് പരിശുദ്ധ ഇസ്ലാമിൽ ഒരു പരിഗണനയുമില്ല. അതുകൊണ്ടാണ് വലമ്മാ തുഇന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശത്രു വന്ന് കുത്തിയത്. കുത്തേറ്റ് മരിക്കാൻ കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടെ ബോധം തെളിയും, ഇടയ്ക്കിടെ ബോധം പോകും. അങ്ങനെ നീണ്ടുകിടക്കുന്ന സമയത്താണ് ഒരാൾ വന്ന് ആ ബോധം തെളിഞ്ഞ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. എപ്പോഴും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രത പാലിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഫാറൂഖ് തങ്ങളോട് പറഞ്ഞു. അതാ ബോധം ഇങ്ങനെ പോയി വന്ന് നിൽക്കുമ്പം ഒരു നിമിഷം ബോധം തിരിച്ചു കിട്ടിയപ്പോൾ പറഞ്ഞു, ഫാറൂഖ് തങ്ങളോട് പറഞ്ഞു, അസ്സലാഹ് അസ്സലാഹ് യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ തങ്ങളെ, നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാട്ടോ കുത്ത് കിട്ടിയത്. നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല. നിസ്കാരത്തിൻ്റെ സമയം, നിസ്കാരം എന്ന് പറയുമ്പം ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എന്നാലും അവിടെ നിന്ന് എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു, നഅം അന്നഹു ലാ ഹദ്ദ ലിഅഹദിൻ ഫിൽ ഇസ്ലാമി അളാഅ അസ്സലാഹ്. നിസ്കരിക്കാത്ത മനുഷ്യന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് വസല്ലാ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് കഴിയും പോലെ നിസ്കരിക്കുകയാണ്. അടിവയറ്റിൽ കുത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിസ്കരിക്കുമ്പം വജുറുഹു യുസ്ഇബു ദമാ, അവിടുത്തെ മുറിവിൽ നിന്ന് രക്തമിങ്ങനെ പീത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വജുറുഹു യുസ്ഇബു ദമാ. ആ ഒരു ഘട്ടത്തിൽ അതിനൊന്നും പ്രശ്നമില്ല. അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഒളു ഇല്ലാതെയും ശുദ്ധിയില്ലാതെയും ഒക്കെ നിസ്കരിക്കേണ്ട ഘട്ടമാണത്. ഹുർമത്ത് പാലിച്ചുകൊണ്ടുള്ളൊരു നിസ്കാരമുണ്ട്, സമയത്തിൻ്റെ ഹുർമത്ത് മാനിച്ചിട്ട്. നോക്ക് നിങ്ങൾ, നിസ്കാരത്തിൻ്റെ ഗൗരവമാണത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ നിസ്കാരമാണ് നമ്മൾ തലവേദന ഉണ്ടാകുമ്പോൾ ഒഴിവാക്കുന്നത്, ഒരു കൊച്ചു പനി ഉണ്ടാകുമ്പോൾ ഉപേക്ഷിക്കുന്നത്. ദിവസങ്ങളോളം നിസ്കാരമില്ല. തലവേദന ഉണ്ടായാൽ, പനി ഉണ്ടായാൽ, സൽക്കാരം ഉണ്ടായാൽ, കല്യാണം ഉണ്ടായാൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ ശ്രദ്ധിക്കണം. അടുത്ത വീട്ടിലൊക്കെ കല്യാണം ഉണ്ടായാൽ ചുറ്റിപ്പറ്റി 8-10 വീടുകളിൽ കൃത്യമായിട്ട് നിസ്കാരം പോകും. കൃത്യമായിട്ട് നിസ്കരിക്കുന്നവർ തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നിസ്കരിക്കാൻ മറക്കുക. ആണുങ്ങളുണ്ട് അങ്ങനെ. പെണ്ണുങ്ങളെ ഞാൻ അങ്ങനെ പറയാൻ കാരണം, പെണ്ണുങ്ങൾ ഏറെക്കുറെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ഉള്ളവരാ. അവർക്കും പോവും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ, കല്യാണം സൽക്കാരമൊക്കെ ഉണ്ടാകുമ്പോൾ. ഒരു കാരണവശാലും നിസ്കാരം ഉപേക്ഷിക്കരുത്. നിസ്കാരം വല്ലാത്തൊരു സംഭവമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സ്വല്ലൽ അബ്ദു സ്വലാഹ് ഫീ അവ്വലിൽ വഖ്ത്. നിസ്കാരം ഖളാ ആകാതെ നിർവഹിക്കും വേണം. നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക, ഖളാ ആക്കി കളയരുത്. പരമാവധി ആദ്യ സമയത്ത് നിർവഹിക്കുക. ആദ്യ സമയത്ത് നിസ്കരിച്ചാൽ സഇദത് ഇലസ്സമാ, ആ നിസ്കാരം ആകാശ ലോകത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലും. ഇപ്പം നമ്മളൊരു ളുഹർ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ളുഹർ നിസ്കരിച്ചാൽ ആ ളുഹർ ഇങ്ങനെ പടച്ചോൻ്റെ അടുത്തേക്കാണ് ചെല്ലും. വാനലോകത്തേക്ക് ചെല്ലുമ്പോൾ
വലഹാ നൂറുൻ, അതിന് നല്ല പ്രകാശം ഉണ്ടായിരിക്കും. പരന്ന വെളിച്ചത്തിലാ ചെല്ല. ഇരുണ്ട നിസ്കാരമല്ല, നല്ല വെളുത്ത നിസ്കാരം. വെളിച്ചത്തിൽ ആ നിസ്കാരം അങ്ങോട്ടെത്തി. ഹത്താ തൻതഹിയ ഇലൽ അർശ്, അർശിൻ്റെ അടുത്ത് ചെന്ന് മുട്ടും. അർശ്, അള്ളാഹുവിൻ്റെ അർശ്. ആ അർശിൽ ചെന്നിട്ടങ്ങ് മുട്ടുകയാണ്. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ വലിയ പടപ്പാണ് അർശ്. ആ അർശിൽ ചെന്നിട്ടങ്ങ് മുട്ടുകയാണ്. എന്നിട്ട് ഫതസ്തഗ്ഫിറു ലിസാഹിബിഹാ ഇലാ യൗമിൽ ഖിയാമ, അർശിൻ്റെ മൂട്ടിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന നിസ്കാരങ്ങള്. സുഹൃത്തെ, 10 കൊല്ലം മുമ്പ് നീ നിസ്കരിച്ച നിസ്കാരം, 30 കൊല്ലം മുമ്പ് നീ നിസ്കരിച്ച ളുഹർ നിസ്കാരം, അസർ നിസ്കാരം, മഗ്രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, എത്ര നിസ്കാരങ്ങൾ കബൂലായിട്ടുണ്ടോ, കൃത്യമായി ഖളാ ആക്കാതെ നിസ്കരിച്ചിട്ടുണ്ടോ, ആ ആയ നിസ്കാരങ്ങളൊക്കെ അർശിന്റെ മൂട്ടിലിങ്ങനെ തൂങ്ങിക്കിടക്കും. എന്നിട്ട് ഫതസ്തഗ്ഫിറു ലിസാഹിബിഹാ ഇലാ യൗമിൽ ഖിയാമ. സ്വദഖ റസൂലുള്ളാഹി. എന്താ സംഭവം? നമ്മൾ 40 കൊല്ലം മുമ്പ് നിസ്കരിച്ച നിസ്കാരം, പ്രായമുള്ള ഉപ്പാരൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എത്രണ്ണാണ് നിങ്ങൾക്ക് മക്ബൂലായ നിസ്കാരം അർശിൻ്റെ അടുത്തുള്ളത്? ആ നിസ്കാരങ്ങളൊക്കെ അതാ ആയി നിസ്കരിച്ചാലേ ഈ ചാൻസ് ഉള്ളൂ കേട്ടോ. ഖളാ ആക്കിയ നിസ്കാരം അങ്ങനെ പ്രാർത്ഥിക്കൂല എന്നാ. ഖളാ ആക്കാതെ നിസ്കരിച്ച എല്ലാ നിസ്കാരവും അർശിൻ്റെ മൂട്ടിൽ പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് അർശിൻ്റെ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ ദ്വാരക്കുന്നു. ഫതസ്തഗ്ഫിറു ലിസാഹിബിഹാ, എന്നെ നിർവഹിച്ച എൻ്റെ ആള്, ഈ നിസ്കാരക്കാരന് വേണ്ടി ആ നിസ്കാരം അവിടെ വെച്ച് ഇങ്ങനെ ദ്വാരക്കും. എൻ്റെ ഉടമക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. 40 കൊല്ലമായിട്ട് ദ്വാരുന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ 60 വയസ്സുള്ള വാപ്പാക്ക് ആ നിസ്കാരം. പക്ഷേ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, എത്ര നിസ്കാരം ഉണ്ടാവുമോ അവിടെ? ഒന്ന്, ധാരാളം നിസ്കാരങ്ങൾ ഖളാ ആണ്. ഖളായിന് ഈ ആനുകൂല്യമല്ല. എന്നിട്ട് ആ നിസ്കാരം പറയും, ഹഫിളകല്ലാഹു കമാ ഹഫിൾതനി, നീ എന്നെ കീപ്പ് ചെയ്തതുപോലെ അള്ളാഹ് നിന്നെയും കീപ്പ് ചെയ്യട്ടെ. നീ എൻ്റെ കാര്യം നല്ലോണം സൂക്ഷിച്ചു. ഖളാ ആയിക്കൂടാന്നൊരു നിർബന്ധം നിനക്ക്. സമയമായാൽ ളുഹർ എന്നെ നീ നിസ്കരിച്ചു. അപ്പോൾ ളുഹർ നിസ്കാരം അവിടെ നിന്ന് ഇങ്ങനെ പറയാണ്, എന്നെ നീ പരിഗണിച്ചതുപോലെ അള്ളാഹ് നിന്നെയും പരിഗണിക്കട്ടെ എന്ന് നമുക്ക് പൊറുക്കലിനെ തേടുന്നതോടൊപ്പം ഈ നിസ്കാരം ദുആ ചെയ്തുകൊണ്ടിരിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ സ്വല്ലൽ അബ്ദു അസ്സലാത ഫീ ഗൈരി വഖ്തിഹാ, നിസ്കാരം അതിൻ്റെ സമയത്തല്ലാതെ നിർവഹിച്ചാൽ എന്ന് പറഞ്ഞാൽ ഖളാ ആയിട്ട് നിസ്കരിച്ചാൽ, ആ നിസ്കാരം സഇദത ഇല സമാ, ഉത്തരവാദിത്തം തീർക്കാൻ, കടപ്പാട് തീർക്കാൻ, നിസ്കരിച്ചില്ല എന്നുള്ള കുറ്റത്തിൽ നിന്ന് ഒഴിവാകാൻ ഖളാ വീട്ടി നിസ്കരിച്ചവന്റെ നിസ്കാരം അത് ആകാശത്തേക്ക് കയറി ചൊല്ലുമ്പം വലഹാ ദുൽമ, ഇരുണ്ട കളറിലാച്ചില്ല, ഇരുട്ടിലാച്ചില്ല. അതിന് വെളിച്ചം ഉണ്ടാവില്ല പോകുന്ന സമയത്ത്. ഇരുട്ടോട് കൂടി അങ്ങ് കയറി ചെന്ന് ഫൈദന്തഹത് ഇലൽ അർശ് ഇലസമ, അത് ആകാശത്തേക്ക് എത്തുമ്പോൾ, അർഷിലേക്കെത്തല്ല, ആകാശത്തേക്ക് എത്തുമ്പോഴേക്ക് തന്നെ, ഒന്നാം ആകാശത്തേക്കാണ് എത്തുമ്പോഴേക്ക് തന്നെ തുലഫു കമാ യുലഫു, തുലഫു കമാ യുലഫു സൗബുൽ ഖലീഖ്, പഴകി ദ്രവിച്ച ഡ്രസ്സ് ചുരുട്ടി മടക്കി കുപ്പയിലേക്ക് എറിയല, കുമാമയിലേക്ക് എറിയല അല്ലേ? ഒഴിവാക്കിയ ഡ്രസ്സ് അത് ചുരുട്ടി മടക്കിയാണ്ട് കുമാമയിലിടല എന്നതുപോലെ ഒന്നാം ആകാശത്ത് തന്നെ പഴകി ദ്രവിച്ച ഡ്രസ്സ് ചുരുട്ടിയെറിയും പോലെ ആ നിസ്കാരം ഭൂമി ലോകത്തേക്ക് തന്നെ തിരിച്ചയക്കും, തിരിച്ചുവിടും. വയുദ്റബു ബിഹാ വജ്ഹു സാഹിബിഹാ, ആ നിസ്കാരം നിർവഹിച്ചവന്റെ മുഖത്തേക്ക് എറിയും. അത് വന്ന് ഇവന്റെ മുഖത്ത് വീഴും, അതുകൊണ്ട് മുഖത്തടിക്കപ്പെടും. എന്നിട്ട് ആ നിസ്കാരം ഇവനോട് പറയും, വയ്യഅകല്ലാഹു കമാ വയ്യഅതനി, നീ എന്നെ ലാപ്സാക്കി കളഞ്ഞതുപോലെ അള്ളാഹ് നിന്നെയും ലാപ്സാക്കട്ടെ. നീ എന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ, അള്ളാഹ് നിന്നെയും നഷ്ടപ്പെടുത്തട്ടെ, പാഴാക്കട്ടെ, വടിയാധാരാക്കട്ടെ. എന്തുകൊണ്ട് നേരത്തിന് നിസ്കരിച്ചില്ല? നല്ല സന്ദേശങ്ങളാണ് ഈ ഇരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും സഹോദര സഹോദരിമാർക്കും എനിക്കും. മരിക്കോളും ഒരു നിസ്കാരം എൻ്റെ ജീവിതത്തിൽ ഖളാ ആക്കാതെ നിർവഹിക്കാൻ ഈ പ്രഭാഷണം കാരണമാക്കി തരട്ടെ. അല്ലാ, എൻ്റെ സുഹൃത്തുക്കളൊന്ന് ആലോചിച്ച് നോക്ക്.
നിസ്കാരം അദാ ആയി നിർവഹിച്ചാലുള്ള കൂലിയാണിത്. നിസ്കാരം ഖളാ ആയി നിർവഹിച്ചാലുള്ള ഗതികേടാണിത്. രണ്ടും നിങ്ങൾ കേട്ടില്ലേ? പ്രിയ രക്ഷിതാവേ, ഒരു നിമിഷം. നമ്മുടെ മക്കൾക്ക് മികച്ച മദ്രസാ വിദ്യാഭ്യാസം നൽകൽ നമ്മുടെ കടമയാണല്ലോ.